32-ാം ദിവസം വൈകിട്ട് 4:15. ഇന്ന് രാവിലെ പവർ ടീം ഒരു പണിഷ്മെന്റ് ബോർഡിൽ എഴുതി. നടന്നിട്ടില്ല ഇതുവരെ. എന്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. സായി വന്ന സായി അല്ല എന്റെ പേര് എല്ലാവരുടെ മാപ്പ് പറയണം. ഞാൻ ഇനി മൈക്കിടാണ്ട് നടക്കൂല. നിങ്ങളോട് പറഞ്ഞ അവിടെ എഴുതി നിങ്ങളടുത്ത് പറഞ്ഞ എന്റെ അടുത്ത് മാപ്പ് എന്റെ അടുത്ത് നന്ദനേന്റെ അടുത്ത് അഭിഷേകിന്റെ അടുത്ത് എന്നോട് പറഞ്ഞിട്ടില്ല. ഇല്ല എന്റെ അടുത്ത് പറഞ്ഞില്ല. ഞാൻ പറയാം ഇപ്പൊ അടിക്കണ്ട, രാവിലെ അടിക്കുന്ന ഇത് ചൂടോട് കൂട്ടിക്കണ്ട. അതാ നല്ലത്. അതാ ഐഡിയ. നാളെ രാവിലെ അസംബ്ലിക്ക് വരുമല്ലോ, അപ്പൊ നമ്മള് നിക്കൂല, നമ്മള് മാറും. അലുമണിയില് വെച്ച ഇവിടെ വെച്ചോ. ഇരുത്തണം, ഇരിക്കണം, അവിടെ ഇവിടെ വെക്കണം. എനിക്ക് അബദ്ധം പറ്റിയാലും അങ്ങനത്തെ അബദ്ധമൊന്നും പറ്റരുത്. ബിഗ് ബോസിന്റെ റൂൾസിലുള്ളതാണ് മൈക്കൊക്കെ ധരിക്കാന്നുള്ളത്. ക്ഷമിക്കണം, അത് ക്ഷമിക്കണം. എനിക്ക് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞതല്ലേ, തെറ്റ് സമ്മതിച്ചില്ലേ, ക്ഷമിക്കണം. മൈക്കൊക്കെ ധരിക്കണം. ഞാൻ ധരിച്ചായിരുന്നില്ല, ഒരു അബദ്ധം പറ്റിക്കരുത്. ഞങ്ങളോട് പറഞ്ഞു ആണ് നമ്മളോട് പറഞ്ഞോ അല്ലേ? മൈക്ക് ഞാൻ ക്ഷമിക്കണം. ഒറ്റ കാര്യം പറഞ്ഞോട്ടെ, എല്ലാവരും മൈക്കൊക്കെ ധരിക്കണം. ബോർഡിൽ എന്താ എഴുതിയിരിക്കുന്നത് വായിച്ചു നോക്കും. 32-ാം ദിവസം വൈകിട്ട് 4:25. ഇത് ലക്ഷറി ബജറ്റിനുള്ള സമയമാണ്. പവർ ടീമിന്റെ മാത്രം സവിശേഷാധികാരമാണത്. പവർ ടീം മാത്രമാണ് ലക്ഷറി വസ്തുക്കൾ തിരഞ്ഞെടുക്കേണ്ടതും ഉപയോഗിക്കേണ്ടതും. ഇതിന് പോയിന്റുകൾ ഉണ്ടായിരിക്കില്ല. ലഭിക്കുന്ന സമയത്തിനുള്ളിൽ ഇഷ്ടമുള്ളത്ര ലക്ഷറി വസ്തുക്കൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഷോപ്പിംഗ് നടക്കുമ്പോൾ ബാക്കിയുള്ളവർ നിശബ്ദരായി സോഫയിൽ തന്നെ ഇരിക്കേണ്ടതാണ്. എല്ലാം നിന്റെ കയ്യിലാണ്. ചവിട്ടി ഞങ്ങൾ ഇല്ലാത്ത എഴുതല്ലോ കേട്ടോ. കുക്കീസ് റോസ്റ്റഡ് ചിക്കൻ മുറുക്ക് ചിപ്സ് ചോക്ലേറ്റ് റോസ്റ്റഡ് ചിക്കൻ ചിപ്സ് മുറുക്ക് കുക്കീസ് പപ്പടം പപ്പടം. നെക്സ്റ്റ് ബ്രൗൺ ബ്രെഡ് രാജമേ ഡാർക്ക് ചോക്ലേറ്റ് വേണോ? എഴുതിക്കോ. ചോക്ലേറ്റ് ലെറ്റൂസ് ഡ്രൈ ഫ്രൂട്ട്സ് രാജമ ബ്രൗൺ ബ്രെഡ് മയോണൈസ്. ബർഗർ ചോക്ലേറ്റ് പറഞ്ഞു. അത് വരും. കഴിഞ്ഞ പ്രാവശ്യം പിച്ചാന്ന് മാത്രമേ എഴുതിയുള്ളൂ. വൈകിട്ട് 5:50. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്റെ പേര് അഭിഷേക് ശ്രീകുമാർ. ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആ ഒരു കാര്യത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം നിങ്ങൾക്ക് ഏകദേശം അറിയാം. ഞാൻ ചെങ്ങന്നൂരുകാരനാണ്, ബിടെക് മെക്കാനിക്കൽ PG ചെയ്ത വ്യക്തിയാണ്, ബിസിനസ് ഉണ്ട്, അങ്ങനെ ഒരു പോകുന്ന ആളാണ്. സിനിമയാണ് സ്വപ്നം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ എന്റെ ഒരു ജീവിതാനുഭവം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ എന്റെ ഒരു വീക്ക് കാര്യങ്ങൾ എനിക്ക് എപ്പോഴും ഞാൻ പറയാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ്. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. എനിക്ക് എന്റെ വീക്ക്നെസ് പുറത്ത് എനിക്ക് കാണിക്കാൻ ആഗ്രഹില്ല. ഞാൻ എപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കാനേ ഞാൻ നോക്കിയിട്ടുള്ളൂ. എന്റെ പ്രശ്നങ്ങൾ എന്റെ മാത്രമാണ്, എന്റെ വിഷമങ്ങൾ എന്റെ മാത്രമാണ്. അതെനിക്ക് അങ്ങനെ മറ്റുള്ളവരോട് പറഞ്ഞ് ഒരു സെന്റിമെന്റ്സ്, എനിക്ക് സെന്റിമെന്റ്സ് ഇഷ്ടമല്ല. ആൾക്കാർ എന്നോട് സെന്റിമെന്റ്സ് കാണിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. കാരണം എന്നോട് ശത്രുത കാണിച്ചാലും ഞാൻ സഹിക്കും, പക്ഷെ എനിക്ക് സെന്റിമെന്റ്സ് കാണിക്കുന്നത് എനിക്ക് ഒട്ടും ഭയങ്കര വെറുപ്പാണ്. ഞാൻ കോയമ്പത്തൂരായിരുന്നു. എന്റെ അച്ഛനും അമ്മയും ഞാനും എന്റെ അനിയത്തി കുഞ്ഞായിരുന്നു. ഞങ്ങൾ കോയമ്പത്തൂർ ബിസിനസ് ഒക്കെ ആയിട്ടിരിക്കുമ്പോഴാണ് അമ്മയ്ക്ക് ലങ്സ് ക്യാൻസർ വരുന്നത്. അപ്പൊ അമ്മ എന്നെ പഠിപ്പിക്കാൻ നേരത്തൊക്കെ പോയിട്ട് ചുമച്ച് പോയിട്ട് ഛർദിക്കൊക്കെ ചെയ്യും. ഛർദിക്കുമ്പോൾ ബ്ലഡാണ് വരുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ അവര് ചികിത്സയ്ക്കായിട്ട് നാട്ടിലോട്ട് വരും. അപ്പൊ ഞാൻ തേർഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ എത്ര ഉണ്ട് പ്രായം, ഭയങ്കര ചെറുതാണ്. അപ്പം ഇവര് കേരളത്തോട്ട് ചികിത്സിക്കാൻ വേണ്ടി വന്നു. പക്ഷെ എന്റെ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് എന്നെ നെയ്ബർ ഹൗസിൽ നിർത്തുകയാണ്. അപ്പൊ നെയ്ബർ ഹൗസിൽ നിർത്തുമ്പോൾ നമ്മൾ തേർഡ് സ്റ്റാൻഡേർഡ് ഒട്ടും മെച്യൂരിറ്റി ഒരു ഒന്നും ഇല്ലാത്ത കാര്യം. പക്ഷെ ഞാൻ അന്ന് ആ സിറ്റുവേഷൻ മനസ്സിലാക്കി, ഞാനത് വീട്ടിലിങ്ങനെ പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ നെയ്ബർ ഹൗസിൽ ഞാൻ കുറെ നാൾ നിന്നു. അപ്പൊ അതിനകത്തുണ്ടായ ഒരു സംഭവം വെച്ചാൽ സ്കൂളിൽ പ്രോഗ്രസ് കാർഡ് തന്നിട്ടു. പ്രോഗ്രസ് കാർഡ് തന്നിട്ടിട്ട് സൈൻ ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ ആരുടെ അടുത്ത് സൈൻ ചെയ്യും? ഞാൻ എന്ത് ചെയ്തു, എന്റെ അമ്മയുടെ ഒപ്പ് ഞാൻ തന്നെ അങ്ങ് ഇട്ടു.
3ാം ക്ലാസ്സിൽ ഞാൻ തന്നെ അങ്ങ് ഇട്ടിട്ട് ആറ് സഹായം എനിക്ക് വേണ്ട. ഞാൻ ഇൻഡിപെൻഡന്റ് മെന്നാണ്. ഞാൻ അമ്മയുടെ ഒപ്പിട്ട് ഞാൻ അങ്ങ് കൊടുത്തു. കാരണം അമ്മയുടെ ഒപ്പ് എളുപ്പം, ഒരു ഇട്ടിട്ട് ഒരു വരയും ഇട്ടങ്ങ് ഞാൻ കൊടുത്തു. അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ടീച്ചർമാരൊന്നും പറഞ്ഞു. അപ്പൊ ഞാൻ അന്ന് വിചാരിക്കുന്നത് ഞാൻ ബ്രില്യന്റ് ആയിരുന്നു, പൊക്കിയില്ല. എനിക്ക് തോന്നുന്നു ടീച്ചർമാർക്ക് മനസ്സിലായിട്ടുണ്ടാവും, അവരന്ന് മിണ്ടാഞ്ഞതായിരിക്കും. അങ്ങനെ ഇരുന്നപ്പം ഒരു വട്ടം അച്ഛൻ എന്നെ വിളിക്കാൻ വന്നു. സ്കൂൾ വെക്കേഷൻ ആവുക, അപ്പൊ ഇവരെല്ലാം നാട്ടിൽ നിന്ന് വരിക. അപ്പൊ അച്ഛൻ കാറിൽ വന്ന് എന്നെ വിളിച്ചോണ്ട് പോവാ. എന്നെ വിളിച്ചോണ്ട് പോകാൻ നേരത്തെ അച്ഛൻ എന്നൊരു വണ്ടിക്കകത്ത് നിന്ന് ഒരു ഡയലോഗ് പറഞ്ഞു. അഭിഷേക്, ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോകാൻ നേരത്ത് അമ്മ വേറൊരു കാറിൽ വരും. അപ്പൊ നമ്മൾ അതിനകത്ത് പോകുമ്പോ അമ്മ അവിടെ ഇരിപ്പുണ്ടാവും. അപ്പൊ അമ്മ ഇങ്ങനെ ഒരു മുടി തലയിൽ ഇങ്ങനെ ഒരു ഇതിട്ടിട്ടുണ്ടാവും. കാരണം അമ്മയ്ക്ക് ഇങ്ങനെ മരുന്ന് കഴിച്ചപ്പോൾ മുടി പോയി. അപ്പൊ അതുകൊണ്ട് അത് ചോദിക്കല്ലോ കേട്ടോ, കാരണം അമ്മയ്ക്ക് അത് വിഷമമാകുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെ വലിയൊരു 3rd സ്റ്റാൻഡേർഡ് പഠിക്കുന്ന ഒരു കൊച്ചു പയ്യൻ നേരെ പോയി ആദ്യം ഇതെന്തോന്നേ ചോദിക്കത്തുള്ളൂ. ഞാനിങ്ങനെ ഇറങ്ങി നേരെ കാറിൽ കയറി ഇരുന്നപ്പോൾ അമ്മ വന്ന് എന്നെ ഹഗ് ചെയ്തപ്പോൾ ഞാൻ കണ്ടു പെട്ടെന്ന് ബാക്കിലോട്ട് മുടിയൊന്നുമില്ല. അപ്പൊ ബാക്കിലോട്ട് ഇങ്ങനെ പോകുന്നുണ്ടപ്പോഴത്തേക്ക് ഞാൻ അതിൽ നോക്കി. അപ്പൊ പെട്ടെന്ന് അമ്മ ഫ്രണ്ടിലോട്ട് പിടിച്ചിട്ടു. ഞാൻ വേറെ ഒന്നും ചോദിച്ചില്ല, അമ്മയുടെ സൈൻ ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ പ്രോഗ്രസ് കാർഡിൽ എന്ന് പറഞ്ഞു. അപ്പൊ ചിരിച്ചു. അത് പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചിട്ടേ ഇല്ല, എന്റെ ഒരു ഓർമ്മയിൽ ഞാൻ ചോദിച്ചിട്ടില്ല. അപ്പം ഇത് എന്റെ ലൈഫിലെ ഒരു മൊമെന്റ് എന്ന് വെച്ചാൽ ഞാൻ അന്ന് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തു എന്നുള്ളതാണ്. ഞാൻ ആ സിറ്റുവേഷൻ ഹാൻഡിൽ, അത് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. ഞാൻ ഇപ്പോഴും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഹാൻഡ്ലിംഗ് കേപ്പബിലിറ്റി എനിക്കില്ല. ഞാൻ പറയുന്നത് ചിലപ്പോൾ പലർക്കും ഒഫൻസീവ് ആവാറുണ്ട്. പക്ഷെ അന്ന് ഞാൻ ഇതെല്ലാം ചിന്തിച്ചു, ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ വിഷമാവും, അതുകൊണ്ട് ഇത് ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ഞാൻ ആ ഒരു രീതിയിൽ ഹാൻഡിൽ ചെയ്തു. അപ്പം ഇത് എന്റെ ലൈഫിൽ ഒരു വലിയൊരു മൊമെന്റാണ്. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്തൊരു മൊമെന്റാണ്. എന്നെ കുറിച്ച് ഇനി സ്പെഷ്യലായിട്ട് പറയാനുള്ളത്, ഞാൻ സിനിമാ സ്വപ്നമായിട്ട് നടക്കുന്ന ഒരു പയ്യനാണ്. സിദ്ദിഖ് സാറിന്റെ ബിഗ് ബ്രദർ എന്ന പടത്തിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് സിദ്ദിഖ് സാറിന് ഇഷ്ടപ്പെട്ടിട്ട് എന്നെ ലാലേട്ടനെ കൂടെ ഒരു ഫൈറ്റ് സീനിന് വിളിച്ചോണ്ട് പോയി. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്ക് സ്റ്റൺ മാസ്റ്റർ ഒരു മാസ്ക് തന്നു. അത് ഇട്ടിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വന്നു. അതെന്റെ ലൈഫിലെ വലിയൊരു മൊമെന്റ് ആയിരുന്നു. ലാലേട്ടനെതിരെ ഫൈറ്റ് ചെയ്തു. ലാലേട്ടന്റെ കൂടെ ഫൈറ്റ് ചെയ്തു ബിഗ് ബ്രദർ. അപ്പൊ ലാസ്റ്റ് ഫൈറ്റിലൊരു വീട്ടിലെല്ലാം കൂടി ഇങ്ങനെ മാസ്ക് ഇട്ട് കുറെ പേര് വരുന്നതായിട്ടാ. അപ്പൊ അതങ്ങനെ അത് പോയി. ഇതുപോലെ ഞാൻ രാജുവേട്ടന്റെ ഒരു പരസ്യത്തിൽ അഭിനയിച്ചു. ഞാൻ മെയിൻ ക്യാരക്ടറായിട്ട് അഭിനയിച്ചു. ലാസ്റ്റ് ഞാൻ വീട്ടിലൊക്കെ വിളിച്ചു പറഞ്ഞു, ഇപ്പൊ ഇറങ്ങും, എല്ലാരും കണ്ടോ പറഞ്ഞു. ലാസ്റ്റ് വന്ന് എന്റെ കയ്യിലെ ചരടുമായിരുന്നു. അപ്പൊ അങ്ങനെ കുറെ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. രാത്രി 11:15. അവര് ഹിജ്രി എനിക്ക് 2 പേരെ എനിക്ക് നോമിനേറ്റ് ചെയ്ത് കൊടുത്തത്. ചെയ്യും, തെറ്റുണ്ടോ ചെയ്യും. ഫ്രണ്ട് ആണെങ്കിലും ചെയ്യും. ഞാൻ നിങ്ങളെ തെറ്റുന്നതിനെ പറയും, നോമിനേറ്റും ചെയ്യും. അല്ലാതെ നിങ്ങളെ കുറ്റം മാറിയിരുന്ന് പറയത്തില്ല. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങളെ കെട്ടിപ്പിടിച്ച് ഉമ്മയെ വെച്ചിട്ട് താലോലിച്ചിട്ട് മാറിയിരുന്ന് ആ തള്ള അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കുറ്റം പറയാൻ നിങ്ങൾക്ക് ഇഷ്ടം. നിങ്ങൾക്ക് ആ ഫ്രണ്ട്ഷിപ്പാണ് ഇഷ്ടം. എനിക്ക് എന്റെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയല്ല. എല്ലാവരുടെ തെറ്റുകളുണ്ടോ അപ്സര? എനിക്ക് ഞാൻ എത്ര നല്ല കാര്യം ചെയ്തിട്ട് ഓരോ തെറ്റ് മാത്രമായി പോയി. അതൊക്കെ വലിച്ച് ഇന്ന മുതലുണ്ടോ? അതാ ഇപ്പൊ നീ ആ സെയിം കാര്യം പറഞ്ഞേ, എനിക്ക് വിഷം വരില്ലേ? നീ അർജുൻ എനിക്ക് നോമിനേറ്റ് ചെയ്തിട്ട് എനിക്ക് എത്രയും വിഷം വന്നേ. ആലോചിക്ക്, 9 നോമിനേഷൻ ഉണ്ടോ? അതിന്റെ രണ്ട് നോമിനേഷൻ നിങ്ങൾ 2 പേരതല്ലേ. എത്ര സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് എനിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും, എത്ര എക്സ്ക്യൂസ് ചെയ്യാൻ പറ്റില്ലേ? നിങ്ങൾ എത്ര സെക്കൻഡ് സംബന്ധമായിട്ട് ഗെയിം കളിക്കണമെങ്കിൽ നിങ്ങൾ എത്ര ജെന്യൂൻ ഉണ്ടെങ്കിൽ എന്റെ തല വെച്ചിട്ട് കളിക്കേണ്ട ആവശ്യകത ഉണ്ടായിട്ടില്ല. എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ എന്റെ കൂടെ നിൽക്കും. അത് എന്റെ തെറ്റ് മനസ്സിലാക്കിയിട്ട് അവർ എന്റെ കൂടെ നിൽക്കും. മനസ്സിലായോ? അതാണ് എനിക്ക് അവരെ പ്ലീസ് ചെയ്ത് നിൽക്കൂല ഞാൻ. എന്റെ സുഹൃത്തുക്കള് ഇപ്പൊ ശരണ്യയുടെ മിസ്റ്റേക്ക് ആണെങ്കിൽ ശരണ്യയുടെ തന്നെ പറയും. പക്ഷെ അവൾ ഇപ്പോഴും എന്റെ കൈ പിടിച്ച് എന്റെ കൂടെ ഉണ്ട്. അതാണ് എനിക്ക് വേണ്ട സൗഹൃദം. അതിനാണ് ഇപ്പൊ തന്നെ നിന്റെ കൂടെ ഇരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം തമാശയുടെ പാട്ട് നീ ഇനിയും ചെയ്യും. ഇപ്പൊ തമാശയായിട്ട് പറഞ്ഞ ആരാ? ഞാനാ തമാശയായിട്ട് ചേച്ചിയെ സീരിയസ് ആയിട്ട് എടുത്തത്. ഞാൻ തമാശയുടെ പറഞ്ഞ നീ സീരിയസ് ആയിട്ട് പറഞ്ഞല്ല ചേച്ചി. ഓക്കെ, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു, ചേച്ചി തമാശയായിട്ടും പറഞ്ഞു. ഓക്കെ ഫൈൻ. അവള് തമാശ പറഞ്ഞു. ചേച്ചി അവിടെ നിന്ന് ഇവിടുന്ന് കേൾക്കുന്ന എരി കേട്ടിട്ട് എന്റെ അടുത്ത് മെക്കിട്ടേറാൻ വരല്ലേ ഞാൻ ചേച്ചി പ്ലീസ്. ഞാൻ അവിടെ അടുത്ത് കേട്ടിട്ടില്ല അപ്സര. ഈ വാക്ക് പിന്നും എനിക്ക് പറയേണ്ട അവിടുത്തെ എനിക്കൊരു തല ഉണ്ടോ? മനസ്സിലായോ? ഇപ്പൊ ചേച്ചി എന്തിനാ എന്നോട് ദേഷ്യപ്പെടാൻ? ഞാൻ അവളോട് പറ്റി അവൾ എന്നോട് അല്ല, അവളുടെ എക്സ്പ്രഷനിൽ എനിക്ക് ദേഷ്യം വന്നേ. ഇനിയും ചെയ്യും. നീ എന്തിനാ അങ്ങോട്ട് ഓരോ ടൈമിൽ എനിക്ക് എത്ര വിഷം വന്നിട്ട് ഞാൻ ഓക്കെ ആയിക്കോട്ടെ, എന്റെ ഒരു തെറ്റാണ് പറഞ്ഞത്, ഇനിയും ചെയ്യും പറഞ്ഞില്ല. ഞാൻ എത്ര കഷ്ടപ്പെട്ട് എനിക്ക് എല്ലാവർക്കും ഹാപ്പി ആക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഈ ഡയലോഗ് തിരിച്ചു തന്നിട്ടില്ല. എനിക്ക് വിഷം വരില്ല. അപ്സര ഇങ്ങനെ പോലെ ഉണ്ടെങ്കിൽ അപ്സര ഓരോ കിലോ ഒരു ആളെ കൂടെ ഉണ്ടാവില്ല. ഈ നാക്കില്ല ഞാൻ പറഞ്ഞ ഒരു വാക്ക് മനസ്സിലാക്കിക്കോ അപ്സര. എനിക്ക് വിഷം വന്നാൽ നിങ്ങൾ 2 പേരും സംസാരിക്കുന്നത്